ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ സെക്ഷൻ. അടുത്ത പാർട്ടിലേക്ക് നമുക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് സർക്യൂട്ട്. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്നും എന്തൊക്കെ കോമ്പണൻസ് ആണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൂൾസ് ലോനെ പറ്റി പറഞ്ഞു അല്ലേ. അപ്പം എന്താണ് ജൂൾസ് ലോ എന്നൊക്കെ ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഇലക്ട്രിക് സർക്യൂട്ട്. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്, എത്ര തരം ഇലക്ട്രിക് സർക്യൂട്ട്സ് ഉണ്ട്, ഇലക്ട്രിക് സർക്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻസ് ഏതൊക്കെയാണ്, അവരുടെ സിംബൽസ്, ഇത് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നോക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് സർക്യൂട്ട്, എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ വാട്ട് ഈസ് ആക്ച്വലി ഇലക്ട്രിക് സർക്യൂട്ട്? We have different types of circuit. നമുക്ക് 3-4 ടൈപ്പ് ഇലക്ട്രിക് സർക്യൂട്ട്സുകളുണ്ട്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഏതൊരു എക്യുപ്മെന്റിനെയും വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കോമ്പണൻസ് ഉപയോഗിക്കുന്നുണ്ട്. ആ കോമ്പണൻസ് ഉപയോഗിച്ച് നമുക്ക് ആ എക്യുപ്മെന്റിനെ വർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് ബൾബാണ് വേണ്ടതെങ്കിൽ ബൾബ് നമുക്ക് ഗ്ലോ ചെയ്ത് നമുക്ക് ബൾബ് കത്തി കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ഏതൊക്കെ കോമ്പണൻസ് ഉപയോഗിച്ചാലാണ് നമുക്ക് ബൾബ് നമുക്ക് ഗ്ലോ ചെയ്ത് കിട്ടുക. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പണൻസ്, അത് അറേഞ്ച് ചെയ്യുന്ന ഒരു വേ, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് നമ്മൾ കോമൺലി നമ്മൾ പറയുക. ഓക്കെ, സോ വി ഹാവ് ഡിഫറെന്റ് പാത്ത്. Okay, closed loop or a path in which the current flow is known as electric circuit. കറണ്ട് ഏതൊക്കെ പാത്തിലൂടെ ട്രാവൽ ചെയ്ത് നമുക്ക് ആ നമ്മുടെ എക്യുപ്മെന്റ് വർക്ക് ചെയ്യുന്നു, അതിന് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നു. ഓക്കെ, സോ ആ ക്ലോസ്ഡ് പാത്ത് എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ട് പറയാം ദ പാത്ത്. Okay, the path in which the current flows is called electric circuit. The path in which the current flow is called electric circuit. We have different types of electric circuit. നമുക്ക് different types of electric circuits ഉണ്ട്. ആൻഡ് നമ്മളൊരു കോമൺ ഇലക്ട്രിക് സർക്യൂട്ട്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ, സിമ്പിൾ സർക്യൂട്ടിൽ നമുക്ക് ആവശ്യമായ 3 കാര്യങ്ങളാണ്. ദ ഇലക്ട്രിക് ബൾബ്, ദ വയർ, ആ വയർ മസ്റ്റ് ബി എ കണ്ടക്ടർ, ആ വയർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, കണ്ടക്ടർ ആയിരിക്കണം, ആൻഡ് എ ബാറ്ററി. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ആവശ്യം. അപ്പൊ ഏതൊക്കെയാണ്? ദ ഇലക്ട്രിക് ബൾബ് ആൻഡ് ദ വയർ ഷുഡ് ബി എ കണ്ടക്ടർ ആൻഡ് എ ബാറ്ററി. ഓക്കെ, സോ see, we have a different types of circuit. നമുക്ക് different types of circuits നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. See, many types of electric circuits are used in our daily life. Some of the most common electric circuits are here. അപ്പോൾ നമുക്ക് different types of electric circuits നമുക്ക് ഇവിടെ ഉണ്ട്. നോക്കുക ഏതൊക്കെയാണ്. That is open circuit, closed circuit, short circuit, series circuit and parallel circuit. Okay, അപ്പോൾ ഇത്ര different types of circuits നമുക്ക് ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ്? Open circuit, ക്ലോസ് സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട്, സീരീസ് ആൻഡ് പാരലൽ. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് സീരീസ് ആൻഡ് പാരലൽ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഓപ്പൺ സർക്യൂട്ട്? ഇറ്റ്സ് എ വെരി സിമ്പിൾ വേ. അപ്പോൾ നമ്മുടെ സർക്യൂട്ട്സ്, നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മൾ ഏതൊക്കെ പാത്തിലൂടെ പാസ് ചെയ്യുന്നു അതിനെ നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. സോ വാട്ട് യു മീൻ ബൈ ആൻ ഓപ്പൺ സർക്യൂട്ട്? എന്താണ് ഒരു ഓപ്പൺ സർക്യൂട്ട് എന്ന് നമുക്ക് നോക്കാം. A circuit in which the switch is open. എന്താണ്? The circuit in which the switch is open. ഒരു സ്വിച്ച് ഓപ്പൺ ആയി കിടക്കുന്ന സർക്യൂട്ട് and the current does not flow. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് സ്വിച്ച് നമ്മൾ എടുത്ത് കളയുകയാണ്, അല്ലെങ്കിൽ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മൾ ഈ സ്വിച്ച് അല്ല, നമ്മൾ സർക്യൂട്ട്സിൽ നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത് ലൈക്ക് എ കീ. നമ്മളൊരു കീ പുട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഒരു ഇതിലേക്ക് നമ്മൾ കീ കൊടുക്കുകയാണ് ചെയ്യുക. സോ ഈ ഒരു കീ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? ഈ കീ ഓപ്പൺ ചെയ്തിട്ട് ദിസ് ഇസ് എ കീ ഇൻ. ഇതിപ്പോ അതിലേക്ക് നമ്മൾ കീ ഇട്ടിരിക്കുകയാണ്. അപ്പൊ കീ എടുത്ത് കളയുമ്പോൾ എങ്ങനെയാ ഉണ്ടായിരിക്കുക? നമ്മൾ എടുത്ത് കളയുകയാണ്, കീ നമ്മൾ എടുക്കുകയാണ്. കീ നമ്മൾ എടുത്ത് കളയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ലൈക്ക് ദിസ് അല്ലേ. അപ്പോൾ നമ്മൾ കീ ഇൻ ചെയ്യുമ്പോഴാണ് നമ്മൾ സർക്യൂട്ട് എന്താണ് ആക്റ്റീവായി പോവുക. ഈ കീ എടുക്കുമ്പോൾ എന്താണ്? ഒരു കണക്ഷനും ഇല്ല.
കീ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഫ്ലോ നടക്കുന്നില്ല. സോ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ കീ ഓപ്പൺ ചെയ്യുക എന്നുള്ള ആ ഒരു ഐഡിയോളജിയിലാണ് വന്നിരിക്കുന്നത്. കീ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിസ്കണക്ട് ആയി, ഇലക്ട്രിക് കറണ്ടുകൾ ഫ്ലോ ചെയ്യുന്നില്ല, ചാർജസ് ഫ്ലോ ചെയ്യാത്തത് കാരണം ഇറ്റ്സ് ഓപ്പൺ സർക്യൂട്ട് മീൻസ് എന്താണ്? ദ കറണ്ട് ഇൻ വിച്ച് സ്വിച്ച് ഈസ് ഓപ്പൺ. ഓക്കെ, സ്വിച്ച് ഓപ്പൺ ചെയ്തത് കൊണ്ട് അവിടെ ഡിസ്കണക്ട് ആവും അല്ലേ? ദാറ്റ് മീൻ ദ കറണ്ട് ഡസ് നോട്ട് ഫ്ലോ. അവിടെ കറണ്ട് എന്ത് ചെയ്യുന്നില്ല? ഡസ് നോട്ട് ഫ്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് സർക്യൂട്ട് ഇസ് ഓപ്പൺ സർക്യൂട്ട്. നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഓപ്പൺ സർക്യൂട്ട്. അപ്പൊ ഇത്ര കാര്യം ഓർത്ത് വെക്കുക. സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. സോ ദിസ് സർക്യൂട്ട് ഇസ് നോൺ ആസ് ഓപ്പൺ സർക്യൂട്ട്. Then what about closed circuit? കീ അഥവാ സ്വിച്ച് ഞാൻ ഇട്ടിരിക്കുകയാണ്, ഇൻ ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഇസ് എ ക്ലോസ്ഡ് സർക്യൂട്ട്. നോക്കുക, a circuit in which the switch is closed. The switch is closed. Switch എന്താണ്? ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഓപ്പൺ അല്ലല്ലോ, ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ക്ലോസ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? The current flows through the circuit. കറണ്ട് എന്ത് ചെയ്യുക? സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുകയുള്ളൂ. And this is open circuit. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നു. ക്ലിയർ? സോ ക്ലോസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ സ്വിച്ച് എടുത്ത് കളയുന്നതാണ്. സ്വിച്ച് എടുത്ത് കളയുമ്പോൾ ഡിസ്കണക്ഷൻ വരൂ, അതുകൊണ്ട് ഫ്ലോ ചെയ്യില്ല. ക്ലോസ് സർക്യൂട്ട് എന്ന് പറയുമ്പം സ്വിച്ച് ഇൻ ആണ്, സ്വിച്ച് ക്ലോസ്ഡ് ആണ്. സോ കണക്ഷൻസ് വരുന്നുണ്ട്, ഫ്ലോ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ക്ലോസ് സർക്യൂട്ട്. ഓക്കെ, there is a small error. This is a closed circuit. Okay, there is a small error in that. That is a closed circuit. Okay, next is short circuit. What do you mean by actually short circuit? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ഒരു ടേം ആണ് ഷോർട്ട് സർക്യൂട്ട്. സോ വാട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ട്? എന്താണെന്ന് നോക്കാം. Whenever the current in the circuit flows a shorter path rather than flowing its a usual path. ഓക്കെ, അപ്പൊ നോർമൽ പാത്തിലൂടെ പോകാതെ ഒരു ഷോർട്ട് വേയിലൂടെ അല്ലെങ്കിൽ ഷോർട്ട് പാത്തിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ എന്ത് പറയും? ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, ദ പാത്ത് ഷോർട്ട് സർക്യൂട്ട് ഹാപ്പൻസ്. ദാറ്റ് മീൻ നോർമലി നമ്മൾ പോകേണ്ട പാത്തിലൂടെ പോകാതെ ഷോർട്ട് പാത്തിലൂടെ കറണ്ടിനൊരു ട്രാവൽ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന ആ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ സമയത്ത് നമുക്ക് കുറെ കോൺസിക്വൻസസ് ഉണ്ടാവും. ഏതൊക്കെയാണെന്ന് നോക്കാം. ദ കോൺസിക്വൻസസ് ഓഫ് ദ ഷോർട്ട് സർക്യൂട്ട് ഇസ് ദാറ്റ് ഇലക്ട്രിക്കൽ ബോർഡ് ഓർ ദ ഇലക്ട്രിക് സിസ്റ്റം ക്യാച്ചസ് ഫയർ. ദാറ്റ് മീൻ എക്സസ് കറണ്ട് അവിടെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് നമുക്ക് കപ്പാസിറ്റിക്ക് മുകളിലായിട്ട് കറണ്ട് തരുമ്പോൾ ഇറ്റ് വിൽ ഹാവ് എ ഫയർ. അവിടെ ഹീറ്റ് അല്ലെങ്കിൽ ഫയർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദ മേജർ കോസ് ഓഫ് ദ ഇലക്ട്രിക് ഫയർ ഈസ് ഷോർട്ട് സർക്യൂട്ട്. The image below shows the fire caused by the short circuit. അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ സമയത്ത് നമുക്ക് എന്ത് വരാറുണ്ട്? നമുക്ക് ഫയർ വരാറുണ്ട്, ഹീറ്റിംഗ് അല്ലെങ്കിൽ ഫയർ കൃത്യമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട്. ആ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഏതൊക്കെ ടൈപ്പ് സർക്യൂട്ട്സ് നമ്മൾ പഠിച്ചു? ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ് സർക്യൂട്ട് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് സ്വിച്ച് നമ്മൾ എടുത്ത് കളയുമ്പോൾ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തില്ല? ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ ഇല്ല. സോ ദാറ്റ് ഇസ് ഓപ്പൺ സർക്യൂട്ട്. നെക്സ്റ്റ് ഇസ് ക്ലോസ് സർക്യൂട്ട്. ക്ലോസ് സർക്യൂട്ട് മീൻസ് സ്വിച്ച് ഇസ് ഇൻ. സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സ്വിച്ച് ക്ലോസ് ചെയ്ത സമയത്ത് എന്ത് സംഭവിക്കും? ഡിസ്കണക്ഷൻ ഒന്നുമില്ല, ഫ്ലോ നടക്കുന്നുണ്ട്, ഫ്ലോ ഓഫ് ചാർജസ് നടക്കുന്നുണ്ട്. സോ ഇലക്ട്രിസിറ്റി ഈസ് ഇൻ. നെക്സ്റ്റ് ഷോർട്ട് സർക്യൂട്ട്. നമ്മുടെ പാത്ത് എന്താണ്? ഷോർട്ട് ഡീവിയേഷൻ എടുത്ത് ഷോർട്ട് സർക്യൂട്ടിലേക്ക് ആകാൻ സമയത്ത് നമുക്ക് കോൺസിക്വൻസസ് ആയിട്ട് കാച്ചിങ് ഫയർ, heat generated, ഇതൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. So this is the 3 type, and the 4th and 5th one is very important one, that is series circuit. Okay, that is series circuit. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് ഇലക്ട്രിക്കൽ സർക്യൂട്ട് സിംബൽസ് അഥവാ സിംബൽസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Okay, see, you can see different symbols here.
ഈ സിമ്പിൾസ് ഒക്കെ നമ്മൾ സർക്യൂട്ടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ ഒരു സർക്യൂട്ട് പഠിക്കുന്നതിന് മുൻപ് ഈ സിമ്പിൾസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ നമ്മൾ നേരിട്ട് കാണുന്ന നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ സിമ്പിൾസ് ആക്കി ഡിനോട്ട് ചെയ്യാണ്. അത് ഏതൊക്കെയാണ് സിമ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് ഓപ്പൺ സ്വിച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓപ്പൺ സർക്യൂട്ട് എന്ന്. ആ സർക്യൂട്ടിൽ പകരം നമ്മൾ സ്വിച്ച് ഇഫ് ഇറ്റ് ഇസ് ഓപ്പൺ ഓർ ക്ലോസ്ഡ് നമുക്ക് അറിയണം അല്ലെ. സോ ഇഫ് ദ സ്വിച്ച് ഇസ് ഓപ്പൺ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ വേണം ഡിനോട്ട് ചെയ്യാൻ. ആൻഡ് നമുക്ക് ഈ രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ദിസ് ഇസ് ദ സ്വിച്ച്. ഈ സ്വിച്ച് രണ്ടും ഡിസ്കണക്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, സ്വിച്ച് രണ്ടും ഡിസ്കണക്ട് ആണ്, ക്ലോസ്ഡ് അല്ല. ഓക്കെ, സോ ദിസ് ഇസ് ഓപ്പൺ സ്വിച്ച്. സ്വിച്ച് ഓപ്പൺ ആണ് അഥവാ കീ ഓപ്പൺ ആണെന്ന് പറയുന്നതിനുള്ള ഒരു സിമ്പിൾ ആണ് ഇവിടെ ഫസ്റ്റ് വൺ. ഓക്കെ, ദ സെക്കൻഡ് വൺ ഇസ് ക്ലോസ് സ്വിച്ച്. സ്വിച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ള സിമ്പിൾ ആണ്. ആൻഡ് വി ഹാവ് another one also. This is close switch. സി, രണ്ട് സ്വിച്ചും ക്ലോസ്ഡ് ആണ്, മറ്റേത് ഓപ്പൺ ആണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് ഓപ്പൺ സ്വിച്ച്. ഓക്കെ, കണക്റ്റഡ് അല്ല. ആൻഡ് ദിസ് ഇസ് എ ക്ലോസ് സ്വിച്ച്. ഓക്കെ, ഈ രീതിയിലും ഈ രണ്ട് രീതിയിലും നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾക്ക് അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിലും നമുക്ക് കാണാറുണ്ട് ഈ സിമ്പിൾസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഫ്യൂസ്. You know that the fuse wire. Okay, so ഈ ഫ്യൂസ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. That mean we have a box and ഈ വയർ നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. ആ രീതിയിലാണ് the fuse represent. This is a symbol of fuse. അപ്പൊ ഇനി എപ്പോഴും ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക that is a fuse എന്ന് അറിഞ്ഞു വെക്കുക. And this is battery. Okay, battery ഇങ്ങനെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ it have a given like this. ഇങ്ങനെയായിരിക്കും നിങ്ങൾ കോമൺലി നിങ്ങൾ കണ്ടിരിക്കുക. ആൻഡ് യു നോ ദാറ്റ് ദ ബാറ്ററി ഹാവ് ടു ടെർമിനൽസ്. രണ്ട് ടെർമിനൽസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ്. ആൻഡ് ദ ലാർജർ വൺ, ലെങ്ത് കൂടിയത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, ലെങ്ത് കുറവുള്ളത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലും നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സെൽ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം. സി, ഈ രണ്ടോ രണ്ടിൽ കൂടുതലോ സെല്ലുകൾ കൂടി ചേർന്നാലാണ് ബാറ്ററി ഉണ്ടാകുക. എന്താണ്? രണ്ടോ രണ്ടിൽ കൂടുതലോ സെല്ലുകൾ കൂടി ചേർന്നതാണ് ബാറ്ററി. അത് തന്നെയാണ് ഇവിടെ സിമ്പിൾസ് കാണിക്കുന്നത്. നോക്കുക, ഒരു സെൽ എന്ന് പറഞ്ഞിട്ട് ഹാവ് എ പോസിറ്റീവ് ആൻഡ് എ നെഗറ്റീവ് ടെർമിനൽ. സി, വി ഹാവ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, ബട്ട് ഇൻ ബാറ്ററി നിങ്ങൾ കണ്ടോ രണ്ട് സെല്ലുകൾ കൂടി ചേർന്നതാണ്. കണ്ടോ, ടു പോസിറ്റീവ് ആൻഡ് ടു നെഗറ്റീവ് ഓൾസോ. യു ക്യാൻ സി. ഇപ്പോൾ രണ്ട് സെല്ലുകൾ, രണ്ടോ രണ്ടിൽ കൂടുതലോ സെല്ലുകൾ കൂടി ചേർന്നതാണ് ബാറ്ററി എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഇത് ഇസ് അനദർ സിമ്പിൾ. ഈ സിമ്പിളും നമ്മൾ കോമൺലി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഇസ് ദ സെൽ. ഇതാണ് നമ്മുടെ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാവ് എ ബോത്ത് പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, and this is voltmeter. Okay, this is the voltmeter. നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വോൾട്ട്മീറ്റർ. നമ്മുടെ സർക്യൂട്ട്സിൽ എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റർ ആണ് വോൾട്ട്മീറ്റർ. ആൻഡ് ദിസ് ഇസ് ഡിനോട്ട് ബൈ ദ ലെറ്റർ V. Okay, and next one is ammeter. This is also an instrument, ഒരു ഡിവൈസ് ആണ്. നമ്മൾ കറണ്ട്, നമ്മുടെ സർക്യൂട്ടിൽ എത്രയാണ് കറണ്ട് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ammeter. Okay, this is ammeter. And this is buzzer. Okay, buzzers നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ് buzzer. And this is the buzzer. Buzzer ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. Okay, നിങ്ങൾ ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബസർ കാണും. ആൻഡ് ദിസ് ഇസ് ഡയോഡ്. This is actually diode. Okay, this is diode. And we have Zener diodes also. നിങ്ങൾ അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. Zener diode. This is a diode and this is Zener diode. Okay,
ഇതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ആക്ച്വലി നിങ്ങൾ ഡയോഡ് എന്താണെന്ന് അറിഞ്ഞു വെക്കുക. Okay, and diode have positive and negative terminal also. This is a positive and this is a negative terminal. So, നിങ്ങൾ ഇത് അറിഞ്ഞു വെക്കുക. And next one is bulb. It's a very common one, bulb. നിങ്ങൾ ഇങ്ങനെയും ബൾബ് കാണാറുണ്ട്, ഈ രീതിയിൽ ബൾബ് ഉണ്ടാവാറുണ്ട്. And another one is like this. ഈ രീതിയിൽ ഉണ്ടാവാറുണ്ട്. And we have a different form. നമുക്ക് ബൾബുകൾ നമുക്ക് പലതരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. And this is the lamp or a bulb. ലാമ്പിനെയോ ബൾബിനെയോ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. And this is a resistor. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് what is a resistors. And this is a resistor. ഇങ്ങനെയും നമ്മൾ റെസിസ്റ്റർ പറയാറുണ്ട്. ആൻഡ് ഇഫ് വി ഹാവ് ആരോ ഹിയർ, നമുക്ക് ഇവിടെ ഒരു ആരോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ വേരിയബിൾ റെസിസ്റ്റർ. ആരോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അതെന്താണ് വേരിയബിൾ റെസിസ്റ്റർ. നമുക്ക് അതിൻ്റെ ഒരു നിബ് നമ്മൾ തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്ററിന്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഈസ് എ വേരിയബിൾ റെസിസ്റ്റർ. നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഓക്കെ, സോ ദിസ് ഈസ് എ റെസിസ്റ്റർ. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ബൾബ്, resistor, ammeter, voltmeter, cell or battery, anything ഏതെങ്കിലും ഒരെണ്ണം മതി. And a switch, open or close. നമ്മൾ ഓപ്പൺ ക്ലോസ് ആയിട്ടായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. ആൻഡ് ഫ്യൂസ് വയർ ഇസ് നോട്ട് നമുക്ക് അത്ര നെസസറി അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരു സർക്യൂട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും സിമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ and just note it down and stay tuned for the next section. Thank you.